ഹലോ. ഇന്ന് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാട്ടോ നമ്മൾ കണ്ടെന്ന് വിചാരിച്ചിരുന്നേ. അപ്പോഴെൻ്റെ വീഡിയോസിലെ വോയിസ് ഓവർ കൊടുത്തേക്കുന്നത് ഞാൻ ഷോപ്പിലിരുന്നാട്ടോ. അപ്പോൾ സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇന്നൊരു ക്ലീനിങ് ഡേ ആണ്. ഏട്ടൻ രാവിലെ തന്നെ വന്ന് ഫാനെല്ലാം ഊരി കഴുകി തുടച്ച് വൃത്തിയാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഫാനിൻ്റെ കാര്യം. നല്ല പൊടി കയറുന്നുണ്ട്, അപ്പോൾ കാറ്റിന് സ്പീഡും കുറയും, അതേപോലെ കാണുമ്പോഴും നല്ല പൊടി പിടിച്ചിരിക്കും. അതുകൊണ്ട് ആഴ്ച ഏട്ടൻ ചെയ്യും. ഞാൻ നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന എല്ലാം നല്ലപോലെ ഒന്ന് അടുക്കി പറക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കിച്ചണിലെ ഫാനാട്ടോ, അതാണ് അഴിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഴിച്ചുപണിയല്ല, അഴിച്ചെടുത്ത് തരുക. അത് ഞാൻ ക്ലീൻ ആക്കണം. ഇതാണ്ടേ അവിടെ എല്ലാം നേരത്തെ ക്ലീൻ ആക്കിയതിൻ്റെ എല്ലാം ഒരു വഴിയായി കിടക്കും. ഇനി അതെല്ലാം ഒന്നേന്ന് വൃത്തിയാക്കണം. നമുക്ക് ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. അത്രത്തോളം ഞാൻ ചെയ്യുന്നില്ല, പക്ഷേ എന്നാലും ഇന്ന് ഞാൻ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഫാൻ തന്നതെല്ലാം സോപ്പ് വെച്ചിട്ട് തന്നെ മെറ്റൽ ഫാനാട്ടോ, മെറ്റലിൻ്റെ ഫാനാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ലൈറ്റ്സൊക്കെ ഒന്ന് തുടച്ച്, ഇതിലെല്ലാം നല്ല പൊടിയാട്ടോ, നല്ല പൊടിയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ റോഡിൽ നിന്ന് നല്ല പൊടിയാണ് അടിച്ചു വരുന്നത്. അതുകൊണ്ട് എല്ലാം ക്ലീനാക്കിയേ പറ്റത്തുള്ളൂ. നമ്മൾ ആഴ്ചയിൽ 1-2 വട്ടം ക്ലീനാക്കിയാലും കുഴപ്പമില്ല, പക്ഷേ അതിനുള്ള മടിയും ഉണ്ട്, സമയവും കിട്ടാറില്ല. ഇനി അവിടെ എല്ലാം ഫാനെല്ലാം ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് എൻ്റെ പണിയിലേക്ക് കിടക്കാം. ഇനിയാണ് എൻ്റെ മെയിൻ പരിപാടികൾ കേട്ടോ. എല്ലാം സെറ്റ് ചെയ്യണമെന്നേന്ന് ഏട്ടൻ എൻ്റെ ഇത് കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഏട്ടൻ കുറച്ച് റെസ്റ്റാണ്. അപ്പോൾ ഞാനിതെല്ലാം തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നും വിചാരിക്കും രാവിലെ തൊട്ടുള്ള ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണം. യൂട്യൂബിൽ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴേ എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ എടുക്കണമെന്നൊക്കെ. പക്ഷേ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് വീഡിയോസ് എടുക്കാനും മടിയാണ്, അത് എഡിറ്റ് ചെയ്യുന്നത് അതിനെക്കാട്ടി മടിയാണ്. പക്ഷെ എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. യൂട്യൂബിൽ നല്ലപോലെ വീഡിയോസ്, ഷോർട്സ് ആണെങ്കിലും ഇതിലെല്ലാം നല്ലപോലെ ഇടണമെന്നും അത് മോണിറ്റൈസ് ആവണമെന്നും എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ മടി എന്നെ കൊണ്ട് പറ്റിക്കുന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മുടെ സിങ്കെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ. ഫുള്ള് ആ പൊടിയായിരുന്നു, ഫാനിൻ്റെ പൊടി അതെല്ലാമാണ്. അപ്പോൾ സോപ്പ് ഒഴിച്ച് നല്ലപോലെ കഴുകി നീറ്റാക്കി വെക്കാം. ഇതൊന്ന് ക്ലീനായാൽ മാത്രമേ എനിക്ക് അടുത്ത പണികളോട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ അടുത്തത് എനിക്ക് ചെയ്യാൻ തോന്നത്തില്ല. അത് വേറെ കാര്യം. ഇപ്പോൾ ദാ സെറ്റായിട്ടുണ്ട്, ആ പൊടി ഇതെല്ലാം പോയിട്ടുണ്ട്. ഇനി എനിക്കാണെങ്കിൽ ഏഴിനെല്ലാം സെറ്റാക്കി കൊടുക്കണം. ഉച്ചക്കലത്തേന് നമ്മുടെ ഷവർമ ഷോപ്പാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി കൊടുക്കണം. ഇത് നമുക്ക് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസാണ്, മെക്സിക്കൻ സോസാണ്. അത് ഞാൻ തയ്യാറാക്കി ഇതേപോലെ സോസ് ബോട്ടിൽ ഒഴിച്ച് സമയമാകുമ്പോഴത്തേനും ഏട്ടൻ അവിടെ എത്തിക്കണം. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത്. ഏകദേശം ഇപ്പം ഉച്ച അടുപ്പിച്ച് സമയമായി കേട്ടോ. ഞാൻ രാവിലെ വന്ന് കുറേ എടുക്കാൻ പറ്റിയില്ല, കുറേ എടുത്തു. സമയം അത്രയായി കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് ഇനി മയം അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മയം അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എഗ്ഗ് ബോയിൽ ചെയ്തിട്ടാണ് നമ്മൾ മയം അടിക്കുന്നത് കേട്ടോ. അതാണ് കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ട് അങ്ങനെ. ഇനി റൊമാലി ബർഗർ ബണ്ണൊക്കെ വന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്, അതെല്ലാം ഒന്നെടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇത് ജ്യൂസ് കൗണ്ടർ അടിവശം അത് ഞാൻ ഒരു ദിവസം ഇടവിട്ട് അങ്ങനെ ഞാൻ ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് പൊടിയാകുന്നുണ്ട്. പൊടി അത്രയ്ക്ക് വരുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കും. ഇതേപോലെ കോളിങ് ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ആക്കി കൊടുക്കും. എന്നിട്ട് എല്ലാം ഒന്നിയും അടുക്കി പറക്കി വെക്കും. ഇത് വൈകിട്ടാകുമ്പോഴത്തേനും പിന്നെയും ഇങ്ങനെ എടുത്തും വെച്ചും ജ്യൂസും ഷേക്കും ലൈമും കഴിക്കുമ്പോഴത്തേനും എടുത്തും വെച്ചും പിന്നെ ഇത് അലങ്കോലം ആവാറുണ്ട്. അലങ്കോലം മീൻസ് അങ്ങനെയല്ല, ഇത് ഇപ്പം വെക്കുന്ന രീതിയിൽ അതേപോലെ ഇരിക്കത്തില്ല, പക്ഷേ ഇതാവും. അപ്പം ഞാൻ പിന്നെയും അങ്ങനെ അടുക്കിക്കൊണ്ടേയിരിക്കും. ഇനി അതെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കുവാണേ. എല്ലാം ഒന്ന് തുടച്ച് എല്ലാം ഒന്ന് അടുക്കി വെക്കും. ഇത്രയും ചെയ്യുമ്പം തന്നെ എന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. ഇങ്ങനെ നല്ലപോലെ തുടച്ച് നീറ്റാക്കി ക്ലീനാക്കി വെക്കാൻ. എന്നും ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എന്നും നടക്കത്തില്ല. 1-2 ദിവസങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോഴത്തേനും കഴിക്കാനുള്ള സമയമായി.
ഏട്ടനപ്പോൾ ആദ്യം കഴിക്കും. കാരണം ഏട്ടൻ കഴിച്ചിട്ട് വേണം ഏട്ടന് നമ്മുടെ ചിക്കൻ മസാല ഇട്ട് വെച്ചേക്കുന്നതെല്ലാം ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ട് കുത്താനായിട്ട്. അപ്പോൾ ഏട്ടൻ അവിടെ അത് ചെയ്യുവാണ്. അതിൻ്റെ കുറേ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ലൈം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈം അതിൻ്റെ എല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കട്ടോ, ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും, മെസ്സി ആയിക്കൊണ്ടിരിക്കും. ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാം. ഇതന്നെ സംഭവിക്കുന്നത്. അതങ്ങനെയാണല്ലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഷോപ്പാകുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ. ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് പ്ലീസ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.